സ്നേഹമുള്ളവരെ, എന്നെ കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവിൻ്റെ സമാധാനം, പരിശുദ്ധ അമ്മയുടെ വാത്സല്യം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ. ഒരു മെത്രാനായ എന്നോട് പലരും ചോദിക്കാറുണ്ട്, മലയാള ഭാഷയിലെ ഏറ്റവും മനോഹരമായ പദം എന്താണെന്നുള്ള കാര്യം. ഞാൻ അവരോട് പറയാറുണ്ട്, മലയാള ഭാഷയിലെ ഏറ്റവും മനോഹരമായ പദം അമ്മയാണ്. അതിന് കാരണം വൈകാരികമായ തീക്ഷ്ണതയുള്ള ഭാവങ്ങൾ അതിൻ്റെ പിറകിലുണ്ടെന്നുള്ളതാണ്. എൻ്റെ അമ്മ 2 വർഷങ്ങൾക്ക് മുമ്പ് 98-ാമത്തെ വയസ്സിൽ വൈക്കത്തെ വെച്ച് മരിച്ചു. അമ്മ മരിച്ചു കഴിഞ്ഞ് ശവസംസ്കാരം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അമ്മയുടെ ജീവിത ഭാവങ്ങൾ എന്നെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ആത്യന്തികമായിട്ട് മനസ്സിലായത്. ഗർഭിണികളായ ഓരോ സ്ത്രീകളെയും കണ്ടു കഴിയുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ആ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞ് എന്ത് മനോഹരമായൊരു സ്ഥലമാണിത്. അവിടെ നിന്ന് പുറത്തു വന്നു കഴിയുമ്പോൾ ഈ കരച്ചിലിനും പ്രയാസങ്ങളിലും എല്ലാം തന്നെ അമ്മ നമ്മളെ മാറോടണച്ച് വാത്സല്യം കൊണ്ട് നിറയ്ക്കുകയാണ്. അതുമാത്രമല്ല, അതിൻ്റെ മധുരിമ അമ്മ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പനി വരുന്ന അവസരത്തിൽ, സ്കൂളുകളിൽ പ്രയാസം നേരിടുന്ന സമയങ്ങളിൽ, ഒരു വ്യക്തിയായ എന്നെ മറ്റുള്ളവർ അംഗീകരിച്ചില്ല എന്നുള്ള ദുഃഖം നമ്മളെ കീഴ്പ്പെടുത്തുന്ന അവസരങ്ങളിൽ അമ്മയുടെ സ്വാന്തനം, അവളുടെ സ്പർശം, അവളുടെ മാറിൻ്റെ ചൂട് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആദിമഭാവങ്ങളിലേക്കും ദൈവികമായ സ്നേഹത്തിലേക്കും എന്നെ നയിക്കുന്ന ലോകത്തിലെ ഏക വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് അമ്മയാണെന്ന് ഞാൻ പറയും. ആ അമ്മയുടെ അനുഭവത്തിൽ നിന്നാണ് പരിശുദ്ധ കന്യകാമറിയത്തിലേക്ക് നമ്മൾ വരിക. കാരണം ആദിമസഭയുടെ അമ്മ, സഭയുടെ അമ്മ, പരിശുദ്ധ കന്യകാമറിയം ലോകത്ത് നൽകപ്പെട്ട വലിയൊരു സമ്മാനം. എല്ലാവരും വായിക്കുന്നത് പോലെ സുവിശേഷങ്ങളിൽ ഈശോനാഥൻ ഈ ലോകത്തിലെ ഇന്ന് വിട പറഞ്ഞു പോകുമ്പോൾ അമ്മയെ വിളിച്ച് ഒരു കാര്യം ഏൽപ്പിച്ചു, അമ്മയെ ഞാൻ പോകുകയാണ്, ഞാൻ അമ്മയുടെ മകനാണ്, ഞാൻ സ്വർഗത്തിലുണ്ടായിരിക്കും, പക്ഷേ ഈ ഭൂമിയിലെ കാര്യങ്ങൾ നോക്കുവാനായിട്ട് ആദിമസഭയുടെ കൂടെ മാതാവ് ഉണ്ടാകണം. അത് കഴിഞ്ഞ് വരുന്ന എല്ലാ പെയിൻറ്റിങ്സിലും ഈ 12 സ്ലീഹന്മാരുടെ കൂടെ അവരുടെ മധ്യത്തിൽ മാതാവുണ്ട്. അത് പറയുക, സഭയുടെ ഹൃദയമായിട്ട് മാതാവ് നിൽക്കുകയാണ്. ആ മാതാവിൻ്റെ തിരുനാളാണ് ഡിസംബർ 8-ാം തീയതി നമ്മൾ കൊണ്ടാടുക. മാതാവിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുകയാണ്. കാരണം നമ്മുടെ ഈ മരുഭൂമി യാത്രയിൽ അകലെ മരുപ്പച്ചകൾ നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധ കന്യാമറിയം അങ്ങനെ ഒരു മരുപ്പച്ചയാണ്. കാരണം ഇന്നും എൻ്റെ ജീവിതത്തിൽ, ഞാൻ പട്ടം കിട്ടിയിട്ട് 33 വർഷങ്ങൾ കഴിഞ്ഞു, ഒരു വൈദികനായിട്ട് ജീവിതത്തിൻ്റെ ഏകാന്തതകൾ, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ സങ്കടങ്ങൾ എന്നെ വരിഞ്ഞു മുറുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ശീതളിമ ചായയായിട്ട് ഒഴുകിയെത്തുക എൻ്റെ അമ്മയുടെ രൂപമാണെങ്കിൽ, സഭയുടെ ഹൃദയത്തിൽ, അവളുടെ പ്രയാസങ്ങളിൽ, അവളുടെ ഞെരുക്കങ്ങളിൽ, അവളുടെ മക്കൾ കൊല്ലപ്പെടുമ്പോൾ, അവർ രക്തസാക്ഷികളാകുമ്പോൾ ശീതളിമ നൽകുവാനായിട്ട് മാതാവ് ഉയർന്ന ഗോപുരം പോലെ നിൽക്കുകയാണ്. നമുക്ക് വേറെന്ത് സമ്മാനമാണ് വേണ്ടത്? കഴിഞ്ഞ ദിവസം ഇങ്ങനെ മുറിയിലിരിക്കുമ്പോൾ, എൻ്റെ മുറി തന്നെയാണ് എൻ്റെ ഓഫീസ്, ഒരമ്മയും 2 മക്കളും എന്നെ കാണാൻ വന്നു. നമ്മുടെ വിശ്വാസത്തിൽപ്പെട്ടവരല്ല, ആരോ പറഞ്ഞിട്ടാണ് എന്നെ കാണുവാനായിട്ട് വന്നത് ജീവിതത്തിൻ്റെ നൈരാശ്യങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ടാണ്. അത്താണിയായ ഭർത്താവ് മരിച്ചുപോയി. 2 മക്കൾക്കും അധികം പ്രായമില്ല. ഒരാൾ 18 വയസ്സായി, ഒരാൾക്ക് 21 വയസ്സായി. നേരത്തെ വാങ്ങിച്ചു കൂട്ടിയ കടങ്ങൾ പെരുകി, പലിശ കൂടി, താങ്ങുവാൻ സാധിക്കാത്ത രീതിയിൽ ആത്മഹത്യയിലേക്ക് പോകണമോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവസാനമായിട്ട് ആരെയെങ്കിലും കണ്ട് ദുഃഖങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് അവർ വന്നതാണ്. അവർ വന്ന് ഓഫീസിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന അവസരത്തിൽ എൻ്റെ മനസ്സിലേക്ക് പ്രത്യേകമായിട്ട് കടന്നു വന്നൊരു രൂപം പരിശുദ്ധ അമ്മയുടേതാണ്. കാരണം ഈ പറയുന്ന അമ്മിണി എന്നോട് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ പരിശുദ്ധ അമ്മ ആദിമസഭയിലും ആ സഭയ്ക്ക് മുമ്പും തൻ്റെ പുത്രനോടൊപ്പം അനുഭവിച്ച വേദനയുടെയും സങ്കടങ്ങളുടെയും നിരാശയുടെയും കഥയൊക്കെ ആയിരിക്കാം. നമ്മളൊരു 2-3 ആഴ്ച കഴിയുമ്പോൾ ക്രിസ്മസൊക്കെ ആഘോഷിക്കും. അപ്പോൾ മനോഹരമായ പുൽക്കൂടുകളും സുന്ദരമായ നാടകങ്ങളും ഭംഗിയായ പാട്ടുകളും എല്ലാം അവതരിപ്പിക്കുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരിടം കിട്ടാതെ വലഞ്ഞു തിരിഞ്ഞ ഒരു ചെറുപ്പക്കാരനെയും ചെറുപ്പക്കാരത്തിയുടെയും ഓർമ്മയാണ് പരിശുദ്ധ അമ്മ നമ്മളിലേക്ക് കൊണ്ടുവരുന്നതെന്ന്
നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കാറില്ല. ഞാൻ പറഞ്ഞു വരുന്ന രക്തചുരുക്കം, മാതാവിൻ്റെ ജീവിതം നമ്മളിലൂടെ ഇന്ന് തുടരുകയാണ്. നമ്മുടെ ഇടയിലൂടെ മാതാവ് നടക്കുന്നുണ്ട്. അവർ പറഞ്ഞു, പിതാവേ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആരും ഞങ്ങളെ സഹായിക്കാനില്ല. ഈ 2 പെൺകുട്ടികളും മിടുക്കത്തികളായതുകൊണ്ടും കാണാൻ സൗന്ദര്യമുള്ളതുകൊണ്ടും ആരോടും പോയി കടം ചോദിക്കാൻ പോലും ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്തൊരവസ്ഥയിൽ ഞങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുക? ഈ അനിശ്ചിതാവസ്ഥകൾ തങ്ങളെ വേട്ടയാടുകയാണെന്ന് അവർ പറഞ്ഞു, ഞങ്ങൾ എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോൾ നാളെ രാവിലെ ബാങ്കിൽ നിന്ന് ജപ്തി ചെയ്യുവാനായിട്ട് ബാങ്കിൽ നിന്ന് ജപ്തി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ തീർച്ചയായിട്ടും വരും. ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ ഈ നോട്ടീസ് എന്നാണ് പതിപ്പിക്കുവാൻ പോകുന്നുള്ള പേടിയുള്ള ഓർമ്മകളോടെ ഞങ്ങൾ കിടക്കുമ്പോൾ ആ അമ്മച്ചി പറഞ്ഞു, ഞാനോ മക്കളോ ഉറങ്ങാറില്ല. പിതാവേ, ഒരു സന്തോഷവുമില്ല, കല്യാണങ്ങൾക്ക് പോകാറില്ല എന്ന് പറഞ്ഞാൽ ജീവിതം വളഞ്ഞുകൂടി ഒരു നരകമായി തീരുന്ന അവസ്ഥയിൽ ഞാൻ എൻ്റെ അമ്മയെ കാണുകയാണ്. എൻ്റെ അമ്മയെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുക അൾത്താരയിലെ മനോഹരമായ സാരി ഉടുത്ത് സുന്ദരമായ മെഴുകുതിരി കത്തിച്ച സ്ഥലമല്ല. ജീവിതത്തിൽ നിരാശകൾ കണ്ണിൻ്റെ അടിയിൽ പോളകളായിട്ട് തൂങ്ങി, ജീവിതം എങ്ങോട്ട് പോകണമെന്നറിയാതെ, ഒരു വീടുണ്ടെങ്കിൽ തന്നെ ഈ 2 കുട്ടികളെ കാര്യങ്ങളൊക്കെ കഴിക്കുമെന്നറിയാതെ വിഷമിക്കുന്ന ഒരമ്മയുടെ മുഖത്താണ് ഞാൻ ഓർക്കുക. വീണ്ടും കഴിഞ്ഞ ആഴ്ചയുടെ കടന്നു പോകുമ്പോഴേ എന്തോ ഈ കാര്യത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഈ അവസരത്തിൽ മറ്റൊരു സ്ത്രീ എന്നോട് വന്ന് പറഞ്ഞത്, വിവാഹം ഒഴിഞ്ഞു പോകുന്നൊരു സ്ത്രീയാണത്. എത്രമാത്രം പിടിച്ചു നിൽക്കുവാൻ ശ്രമിച്ചിട്ടും ഭർത്താവ് ചവിട്ടി തേച്ച് അരച്ചതായൊരു ജീവിതം. അവൾ പറഞ്ഞു, കഴിഞ്ഞ 11 വർഷമായിട്ട് ഞാൻ ആരാണെന്ന് അറിഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി എല്ലാം ചെയ്യുന്നു, അലക്കി തേച്ച് വയ്ക്കുന്നു, ആഹാരം ഉണ്ടാക്കുന്നു, മക്കളെ സംരക്ഷിക്കുന്നു. ഇവിടെ സാധനങ്ങളില്ല എന്ന് ഭർത്താവിനോട് പറയുമ്പോഴും അയാൾ മറുപടിയായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ആളാണ്, ഞാൻ തെറ്റ് ചെയ്തെന്ന് അയാൾ വിശ്വസിക്കുകയാണ്. അതിൻ്റെ നടുവിൽ എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയാൻ സാധിക്കില്ല. 36 വയസ്സായ എനിക്ക് ഭാവി വളരെ ബുദ്ധിമുട്ടേറിയതാണ്. എനിക്ക് എങ്ങോട്ട് ചെല്ലുവാൻ സാധിക്കും? സ്വന്തമായ വീടില്ല. ജീവിതത്തിൻ്റെ താളം തെറ്റിൽ അവൾ പങ്കുവയ്ക്കുകയാണ്. അവൾ ജനിച്ച വീട് അവളുടെ വീടാണെന്ന് ആരും പറയില്ല. കാരണം അവളെ അവിടുന്ന് കെട്ടിച്ചയച്ചതാണ്. കെട്ടി വന്ന വീട്ടിൽ അവൾക്ക് ജീവിക്കുവാൻ നിവൃത്തിയില്ല. അവൾ പറഞ്ഞു, പിതാവേ, എല്ലാം നഷ്ടപ്പെട്ടാലും അവസാനമായി നഷ്ടപ്പെടാൻ പാടില്ലാത്തത് ആത്മാഭിമാനമാണ്. ഈ ആത്മാഭിമാനം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ട് ഒത്തിരി നാളുകളായി. ഞാൻ ആരാണെന്ന് പോലും ഞാൻ മറന്നുപോയി എന്ന് അവൾ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മാതാവ് നമ്മളിലേക്ക് മുന്നോട്ട് വയ്ക്കുന്ന ജീവിതത്തിൻ്റെ വലിയൊരു ദൗത്യം എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഇങ്ങനെ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ വീണ്ടും ഇന്നലത്തെ ദിവസം ഒരു 11 മണിയായപ്പോൾ 5 കുട്ടികളുമായിട്ട് ഒരു ദമ്പതി മുറിയിലേക്ക് വരികയാണ്. എറണാകുളത്ത് താമസിക്കുന്ന ഒരു ദമ്പതിയാണിത്. 5 മക്കൾ. അതിൽ 2 പേർക്ക് പ്രശ്നങ്ങളുണ്ട്. ഒരാൾക്കൊരു സ്കിൻ ഡിസീസസ് ഉണ്ട്. അത് നിരന്തരമായിട്ട് ഇങ്ങനെ ചൊറിഞ്ഞ് പൊങ്ങുന്നതായ ഒരവസരം. രണ്ടാമത്തെ കുട്ടിക്ക് സൈക്കാട്രിക് പ്രോബ്ലമുണ്ട്. അവർ രണ്ടിനും അതിന് അവർ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ മാതാവിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു 32 വയസ്സായ സ്ത്രീയെ വലിയൊരു പരിദേവനം താമസിക്കുവാനായിട്ട് സ്ഥലമില്ല. ഞങ്ങൾ 5 മക്കൾ ഉള്ളത് കൊണ്ട് ഇവിടെ ചോദിച്ചു കഴിഞ്ഞാലും ആർക്കും വാടകയ്ക്ക് തരാനായിട്ട് അവർ സംതൃപ്തരല്ല. കാരണം കുട്ടികളുള്ളപ്പോഴെല്ലാം അടിച്ചു പൊളിക്കുമെന്നുള്ളതാണ് അവരുടെ വിചാരം. ശമ്പളം കിട്ടുന്നത് 8000 രൂപയാണ്. അതൊരു പള്ളിയിൽ സെക്യൂരിറ്റി ജോലി കിട്ടുന്ന ശമ്പളമാണ്. അതിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ 8000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ അമ്മ, ആ വല്ലാർപാടത്ത് അമ്മ എന്നെ സംരക്ഷിക്കുമെന്നുള്ള വലിയൊരു ആഴമായ വിശ്വാസ നടുവിൽ ആ കുടുംബം നിൽക്കുകയാണ്. എനിക്ക് കണ്ടപ്പോൾ തോന്നി ഇത് മാതാവ് തന്നെയാണ്. കാരണം രണ്ടാമത്തെ കുഞ്ഞൊന്നും മിണ്ടുന്നില്ല. അവന് സൈക്കാട്രിക് പ്രോബ്ലമൊക്കെ ഉണ്ട്. അവർ ആ റിപ്പോർട്ടുകളെല്ലാം എന്നെ എടുത്തു കാണിച്ചു. അതുമാത്രമല്ല, മൂന്നാമത്തെ കുഞ്ഞിൻ്റെ ഈ അസുഖങ്ങൾ, സ്കിൻ ഡിസീസിൽ അവർ വിഷമിക്കുകയാണ്. അപ്പോൾ ഈ 5 കുഞ്ഞുങ്ങളെയും കൊണ്ട് അവർ വന്നിട്ട് എവിടെയെങ്കിലും 2 സെൻറ്റ് സ്ഥലം കിട്ടണം, എവിടെയെങ്കിലും ലോകത്തിലൊരിടമുണ്ടാകണം. 800 കോടി ജനങ്ങൾ വസിക്കുന്നതായി മണ്ണിൽ, ഇഷ്ടംപോലെ സ്ഥലമുള്ള ഈ മണ്ണിൽ ഒരിടം തേടി അവർ അലയുകയാണ്. അവരധികം ചോദിക്കുന്നില്ല. ഓരോരുത്തർക്കും വേണ്ടി 1 സെൻറ്റ് പോലെ 7 സെൻറ്റ് അവർ ചോദിക്കുന്നില്ല. 2 സെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആരെങ്കിലും സഹായിച്ചൊരു കൂര ഉണ്ടാക്കിയാൽ പിതാവ് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാമായിരുന്നു. അപ്പോൾ മാതാവ് കടന്നുപോയ ആ സങ്കടങ്ങൾ, പ്രത്യേകിച്ചും ഈ തിരുനാളിൽ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുക. എന്താണിത് പറയുക? ഉത്ഭവ പാപത്തിൻ്റെ കെടുതികളിൽ നിന്ന് മനുഷ്യവർഗത്തെ സംരക്ഷിക്കുവാനായിട്ട് ആ ഉത്ഭവ പാപത്തിന് നൂലാമാലകളില്ലാതെ മനുഷ്യജന്മം, മനുഷ്യപ്രകൃതി നൽകിയൊരു സമ്മാനം. അതാണ് മാതാവ്. ആ മാതാവ് എന്നോട് പറയുക, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാനുമായിട്ട് ഇടപഴകുന്ന സ്ഥലങ്ങളിൽ
പാപത്തിൻ്റെ അടിമത്തത്തിലായിരിക്കുന്ന ആളുകളെ അവരെവിടെയാണെങ്കിലും, അത് സമ്പത്താകാം, പ്രശസ്തിയാകാം, പണമാകാം, അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന അവസരങ്ങളിൽ എൻ്റെ തന്നെ ഈഗോയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് എന്നെ പ്രദർശിപ്പിക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്ന എല്ലാ പാവങ്ങളിൽ നിന്നും തിരിഞ്ഞു നടക്കുവാനായിട്ടുള്ള മാതാവിൻ്റെ ആഹ്വാനമാണിത്. നമ്മുടെ ക്രൈസ്തവരായ ആളുകൾ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാം, ഈ നാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ 2-3 വീട്ടുകാർ താമസിക്കേണ്ടതായിട്ടുള്ള സ്ഥലങ്ങളിൽ 10-14 മുറികൾ നിർമ്മിച്ച് അവർ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ പാപങ്ങളിലേക്ക് വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർപ്പാപ്പ നമ്മോട് പറയുകയുണ്ടായി, 10 പ്രമാണങ്ങൾ നമ്മൾ റീഡിഫൈൻ ചെയ്യേണ്ട സമയമായി. കാരണം അത് യഹൂദ പാരമ്പര്യമനുസരിച്ച് നൽകപ്പെട്ട കൽപ്പനകളിൽ നിന്ന് വീണ്ടും നമ്മുടെ ജീവിതക്രമങ്ങളും ജീവിതശൈലികളും പുതിയ പാപങ്ങൾക്കായിട്ട് ജന്മം നൽകുമ്പോൾ ആ പാപങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ നവജനതയെ, ക്രൈസ്തവ സമൂഹമാകാം, മറ്റു മതങ്ങളാകാം, ആ ബന്ധപ്പെട്ടവരാകാം, ആ പാപങ്ങളിൽ നിന്ന് അകന്നു മാറി ആ പുണ്യത്തിൻ്റെ വഴിയിലൂടെ നടക്കുവാനായിട്ട്. എന്താണ് പുണ്യത്തിൻ്റെ വഴിയെന്ന് യേശു നമ്മോട് പറഞ്ഞത്? നമുക്കുള്ളത് പങ്കുവയ്ക്കുവാനും സ്നേഹത്തോടെ ആയിരിക്കുവാനും നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളിൽ നന്മയുടെ പ്രതീകങ്ങൾ ജനിപ്പിക്കുവാനുമൊക്കെ സാധിക്കുന്നതായിട്ടുള്ള ജീവിതത്തിൻ്റെ നിരന്തരമായ യാത്രകളാണതൊക്കെ പറയുക. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ചില ആളുകളെ കാണാൻ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വലിയമ്മച്ചിമാരാകാം, ചിലപ്പോൾ മാനസിക വൈകല്യമുള്ള ആളുകളാകാം, കൊച്ചുകുട്ടികളാകാം. നമ്മളത് ഇടവക സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞ് പോരുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, മനസ്സിലൊരു പ്രകാശമുണ്ട്, മനസ്സിലൊരു പ്രകാശം വരികയാണ്. എന്തോ എവിടെയോ അത് തേജസ്സായിട്ട് മാറുകയാണ്. അവർക്ക് നൽകുവാനായിട്ടൊന്നുമില്ല, പക്ഷേ അവരുടെ സാന്നിധ്യം, അവരുടെ ചിന്ത എൻ്റെ ജീവിതത്തെ വീണ്ടും ഒരു ആത്മശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. അതെന്താണ് എന്നോട് പറയുക? അത് പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ കെടുതികളിൽ നിന്ന് മാറി നടക്കുവാൻ സാധിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സഹായമാണ്. അപ്പം മാതാവിനോട് ഭക്തി പുലർത്തുന്നവരായ നമ്മൾ, മാതാവിനോട് പ്രാർത്ഥിക്കുന്നവരായ നമ്മൾ, മാതാവ് നമ്മുടെ ആഹ്വാനം ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതപാതകളിൽ മാതാവ് നമ്മളോടൊപ്പം നടക്കുവാനായിട്ട് തീർച്ചയായും ഉണ്ടാകുമെന്ന രീതിയിൽ ആ അമ്മ കടന്നുപോയ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് നമ്മളൊരു പ്രകാശമായിട്ട് മാറണം. അതെനിക്ക് നിങ്ങൾക്കൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഇടവകളിൽ ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടി വളരെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി വീടുകൾ പണിത് കൊടുക്കാറില്ലേ? നമ്മൾ എത്രയോ സിസ്റ്റേഴ്സ് പാലിയേറ്റീവ് കെയറുമായിട്ട് ബന്ധപ്പെട്ട് ആരോരുമില്ലാത്ത വീടുകളിൽ വന്ന് രോഗികളായിട്ട് കിടക്കുന്ന ആളുകളെ, മലവും മൂത്രവുമായിട്ട് കിടക്കുന്ന ആളുകളെ അവരെ കഴുകി തുടച്ച് വൃത്തിയാക്കി അവർ പ്രത്യേകമായ പ്രഭ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതെല്ലാം നമ്മോട് പറയുന്നൊരു കാര്യം, പാപത്തിൻ്റെ വഴികളിൽ നിന്ന് മാറി നടക്കുവാൻ ഉത്ഭവപാവമായിട്ട് കടന്നു വന്ന് നമ്മൾ പറയില്ലേ ജന്മപാപങ്ങൾ, ആ പാപങ്ങളുടെ വഴികളിൽ നിന്ന് മാറി നടന്നിട്ട് യേശു നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. പൗലോസ് പിന്നീട് അത് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നിങ്ങളെക്കുറിച്ചൊക്കെ എനിക്കൊരു സ്വപ്നമുണ്ട്. ആ മാതാപിതാക്കന്മാർ പറയുന്ന പോലെ തന്നെയാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ അപ്പനാണ്, കാരണം നിങ്ങളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്ന ഞാനാണ്. എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം എന്താണ്? നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടാകണം, ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടാകണം. ആദിമസഭയിലേക്ക് അമ്മ പറഞ്ഞു കൊടുത്തത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഭക്താഭ്യാസങ്ങളെല്ലാം വളരെ നല്ലതാണ്, പ്രാർത്ഥനകൾ നല്ലതാണ്, ബലി നല്ലതാണ്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് മാറുമ്പോൾ മാതാവ് നമ്മളെ ക്ഷണിക്കുന്നതായിട്ടുള്ള ഒരു യാത്ര, ആ വിഷമം തൂക്കി നടക്കുന്ന ആളുകളുടെ ജീവിതങ്ങളിലേക്ക് നടക്കുവാനും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുവാനുമായിട്ട് മാതാവ് നമ്മളെ ക്ഷണിക്കുകയാണ്. എത്ര മനോഹരമായൊരു വിളിയാണിത്. ആ വിളിയുടെ പ്രത്യേകത എന്ന് പറയുക, മാതാവ് നമ്മോട് പറയുക, ലാസറിന് നൽകിയ അപ്പക്കഷ്ണങ്ങൾ പോലെ അപ്പക്കഷ്ണങ്ങൾ വിളമ്പുവാനായിട്ടില്ല. ഞാൻ അവരുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് അവരുമായിട്ട് എൻ്റെ ജീവിതം പങ്കുവയ്ക്കും. ഞാൻ ഓർക്കുന്നത് വേങ്ങൂർ പള്ളിയുണ്ട് ഞങ്ങൾക്ക്. ആ വേങ്ങൂർ പള്ളിയിൽ ഞങ്ങൾക്കൊരു സഹോദരനുണ്ട്. എനിക്ക് തോന്നിയ ഒരു മകൻ അച്ഛനാണ്. ഞാൻ പട്ടത്തിന് പോയിരുന്നതാണ്. അദ്ദേഹം തനിക്കുണ്ടായിരുന്ന വസ്തുക്കളെല്ലാം തന്നെ ചെറിയ ചെറിയ ഭൂമികളായിട്ട് മുറിച്ച് അങ്കമാലി പ്രദേശത്തൊക്കെ ഒരു വീട് പണിയുവാനായിട്ട് അവസരം ലഭിക്കുക വലിയ പ്രയാസമാണ്. അദ്ദേഹം ഇന്നും പ്രായമായിട്ട് സൈക്കിളിലാണ് യാത്ര ചെയ്യുക. അങ്ങനെ വീട് തുണ്ടും തുണ്ടമായി മുറിച്ച് പാവപ്പെട്ടവർക്ക് വീട് പണിത് കൊടുത്ത് അതിൽ ആത്മസംതൃപ്തി കണ്ടെത്തുക മാത്രമല്ല, നമ്മൾ സ്റ്റേജിന് പിറകിൽ നിൽക്കുന്നത് പോലെ തന്നെ യേശു നമ്മുടെ ഭൂമിയിൽ പറഞ്ഞില്ലേ, എല്ലാം ചെയ്ത് കഴിയുമ്പോൾ യജമാനോട് പറയേണ്ട ഒരു കാര്യമുണ്ട്, യജമാനെ, ഞാൻ ഈ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ ഉത്തരവാദിത്വമാണ്, ഞാൻ അയോഗ്യനായ ദാസനാണ്. മാതാവ് നമ്മളെ ക്ഷണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. കാരണം ഇന്നൊരു ആളുകളെല്ലാവരും തന്നെ ഒരു മീഡിയ ക്രേസിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ ലോകത്തെ മുഴുവൻ അറിയിക്കുവാനായിട്ടുള്ള നിരന്തരമായ വ്യഗ്രത നമ്മളുള്ളപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു,
അതുപോലെ നമ്മുടെ ഒരു പാപത്തിൻ്റെ ഭാവമാണ്. അപ്പോഴേ തീർച്ചയായിട്ടും നിശബ്ദതയിൽ ദൈവത്തോട് ചേർന്ന് പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധ അമ്മ പ്രതിദാനം ചെയ്യുന്ന ആ ഉത്ഭവ പാപങ്ങളിൽ നിന്ന് മാറി നടക്കുവാനായിട്ടുള്ള പ്രകാശത്തിൻ്റെ വഴിയെ നടന്നു പോകുന്ന വെളിച്ചം പകരുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് അങ്ങനെയുള്ളൊരു സഭയിൽ ജീവിക്കുക വളരെ ധന്യമായ കാര്യമാണ്. അതെന്നോട് പറയുക ഒരു മെത്രാൻ നിലയിൽ അതിനെക്കുറിച്ച് പ്രഘോഷിക്കുക മാത്രമല്ല, എനിക്കുള്ളത് മുഴുവൻ, ഞാനായിരിക്കുന്നതും എനിക്കുള്ളതെല്ലാം തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുക മാത്രമല്ല, അവരുടെ സങ്കടങ്ങളെ താഴേക്ക് ഇറങ്ങിയെന്ന് അത് മനോഹരമായിട്ട് സുവിശേഷകന്മാർ പറയുക ഈശോയുടെ ഒരു കെനോസിസാണ്. സെൽഫ് എംറ്റിയിങ്. കുർബാനയിൽ നമ്മൾ ചെല്ലാറുണ്ട്, അവൻ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിൽ നമ്മൾ ഒരുവനെ പോലെ ആയിത്തീർന്നുവൻ എന്ന് പറഞ്ഞാൽ ദൈവം എന്നോട് നിങ്ങളുടെയൊക്കെ ആവശ്യപ്പെടുക ആ പാതാളത്തിലേക്ക് ഇറങ്ങുക, മനുഷ്യൻ്റെ സഹനങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കും ഇറങ്ങിയിട്ട് ആദിമ സഭയെ അമ്മ കൈപിടിച്ച് നടത്തിയതുപോലെ തന്നെ ഞാനും ഈ സഭയെ കൈപിടിച്ച് നടത്തുവാനായിട്ട് മാതാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ CLCയും CMLും ഒന്നും വളരെ ശക്തമല്ലെന്ന് അന്നുണ്ടായിരുന്ന സൊഡാലിറ്റിയാണ്. ആ സൊഡാലിറ്റിയിൽ പള്ളിയിൽ ശനിയാഴ്ച കുർബാന കഴിയുമ്പോൾ മാതാവിൻ്റെ രൂപത്തിൻ്റെ അടുത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂടുമായിരുന്നു. അന്ന് ഭാഗ്യസ്മരണാർഹനായ ഏർനാട്ടച്ചൻ, ജേക്കബ് ഏർനാട്ടച്ചൻ, അദ്ദേഹം ഈ മുറിയിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹം എഴുതിയൊരു ചെറിയ പുസ്തകമുണ്ട്, സൊഡാലിറ്റിയുടെ പുസ്തകം. അതിൽ മാതാവിന് നമ്മളെ തന്നെ സമർപ്പിക്കുന്നൊരു പ്രാർത്ഥനയാണ്. അതിലെ മനോഹരമായൊരു പ്രാർത്ഥനയാണ് ഈശോയ്ക്ക് കരങ്ങളില്ല. അപ്പോൾ നമ്മൾ പറയും, ഞങ്ങളാണ് ഈശോയുടെ കരങ്ങൾ. ഈശോയ്ക്ക് കാലുകളില്ല, ഞങ്ങളാണ് ഈശോയുടെ കാലുകൾ. ഈശോയ്ക്കൊരു ഹൃദയമില്ല, ഞങ്ങളാണ് ഈശോയുടെ ഹൃദയം. അപ്പോൾ നമ്മുടെ ഇടയിൽ വന്ന് മരിച്ച് ഉത്ഥാനം ചെയ്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളിപ്പോയ ആ പരിശുദ്ധനായ ക്രൂശിതൻ്റെ അമ്മ നമ്മോട് ആഹ്വാനം ചെയ്യുക ഈശോയുടെ കരങ്ങളും കാലുകളുമൊക്കെ ആയി തീരുവാനായിട്ടാണ്, ഈശോയുടെ ഹൃദയമായി തീരുവാനായിട്ടാണ്. അപ്പം മാതാവിൻ്റെ ആഹ്വാനം, സഭയോടുള്ള ആഹ്വാനം പ്രകാശം പരത്തുന്ന ദീപഗോപുരങ്ങളായി വളർന്ന് നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ആളുകൾക്ക് ആശ്വാസം നൽകുക മാത്രമല്ല, നമ്മളിലേക്ക് വളർന്ന് ക്രിസ്തുവിനിൽ വളരുവാനായിട്ടുള്ള എല്ലാ അവസരങ്ങളും ഞാൻ ഒരുക്കുക. അതാ മാതാവ് സഭയോട് ആവശ്യപ്പെട്ടത്. എന്നോട് ആവശ്യപ്പെടുന്നത് വ്യത്യസ്തമായ കാര്യമൊന്നും ആയിരിക്കില്ല. എനിക്ക് യേശുവിൻ്റെ ഹൃദയം ഉണ്ടാകണം. ഓരോ വർഷവും മണ്ണിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഈശോ നടന്നുപോയ പുണ്യഭൂമിയെ എനിക്ക് ഓരോ പ്രാവശ്യം കുർബാന ചെല്ലുവാനായിട്ട് നിൽക്കുമ്പോൾ എന്നെ പ്രചോദിപ്പിക്കുന്ന വലിയൊരു കാര്യം, പ്രിയപ്പെട്ടവരെ, യേശു നടന്ന ഈ മണ്ണിൽ നടക്കുവാനായിട്ട് എനിക്ക് ഭാഗ്യമുണ്ടായല്ലോ. യേശു സ്നേഹിച്ച ഈ സഭയുടെ ഒരംഗമായിരിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടല്ലോ. എങ്ങനെയോ കർത്താവിനെ വിളിച്ച് യേശു അർപ്പിച്ചതായ ബലിയിൽ എന്നും പങ്കുകൊള്ളുവാനായിട്ട് എനിക്കൊരു അവസരം നൽകുന്നുണ്ടല്ലോ. ഒന്നുകിൽ അൾത്താരയിൽ അല്ലെ താഴത്തെ ഈ ബലിയിൽ പങ്കെടുക്കുവാനായിട്ട്. അങ്ങനെ വരുമ്പോൾ മാതാവ് പറയുക, ഈ മണ്ണിലേക്ക് രക്ഷാകര ചരിത്രത്തിൻ്റെ സ്വർണ്ണ നൂലുകൾ ദൈവം തയ്പ്പിച്ച് പിടിപ്പിച്ചതുപോലെ തന്നെ ഈ ചരിത്രം മുന്നേറുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം മാതാവിനെ പോലെ തന്നെ സ്നേഹത്തിൻ്റെ നൂലിഴകൾ കൂട്ടിയോജിപ്പിക്കുവാനായിട്ടാണ്. അവിടെ സാഹോദര്യമുണ്ട്, അവിടെ നന്മയുണ്ട്, അവിടെ സ്നേഹമുണ്ട്, അവിടെ തുറവിയുണ്ട്. മാതാവ് നമ്മളെ അനുസ്മരിപ്പിക്കുക, മനുഷ്യജാതിക്ക് മുഴുവൻ നമ്മളെല്ലാവരും ഉള്ളതായ സ്വാർത്ഥതകളുണ്ട്, വൈരങ്ങളുണ്ട്, ദേഷ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, വലിയവനാകുവാനുള്ള കൊതിയൊക്കെയുണ്ട്. ഇതെല്ലാം അമ്മ നമ്മളോട് പറയുന്നുണ്ട്. അതിൻ്റെ എല്ലാം നടുവിൽ അവയെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ യേശു നടന്ന പാതയിലൂടെ നടക്കുവാനായിട്ട് മാതാവ് നമുക്ക് ശക്തിയായിട്ട് മാറുകയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പോലെ തന്നെ സ്വർഗവും ഭൂമിയും കണ്ടുമുട്ടിയ അനശ്വരമായ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് മാതാവിനെ സഭ ഉയർത്തി നിർത്തിയിരിക്കുകയാണ്. യേശുവിനെ പറ്റി പറയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് വന്ന ആളാണെന്ന് പറയുമ്പോൾ ദൈവശാസ്ത്രജ്ഞന്മാരെ പറയുക, ഈ മണ്ണ് നൽകിയ ഒരു പ്രത്യേകമായ നിയോഗം അത് സ്വർഗത്തെ കണ്ടുമുട്ടുകയാണ്. എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? ഈ പരിശുദ്ധ സുതനെ അമ്മ സ്വീകരിച്ചുകൊണ്ട് സ്വർഗത്തെയും മണ്ണിനെയും കൂട്ടി നിർത്തിക്കൊണ്ട് ഞാൻ ദൈവീകനാകുവാനായിട്ടുള്ള സാധ്യതയുടെ അനന്തമായ പ്രതലങ്ങൾ മാതാവ് എനിക്ക് കാണിച്ചിരിക്കുകയാണ്. ഞാനൊരു മനുഷ്യനാണെങ്കിലും എന്നിൽ സ്വാർത്ഥതയുണ്ടെങ്കിലും വലിയ ആകാനുള്ള കൊതി എന്നിലുണ്ടെങ്കിലും ആരെയും ചവിട്ടിയരച്ച് മുന്നോട്ട് പോകുവാനായിട്ടുള്ള അഭിവാജ്യം എന്നിലുണ്ടെങ്കിലും മാതാവ് എന്നോട് പറയുന്നൊരു കാര്യം, അതിനെയെല്ലാം കടന്നു പോകുന്ന ദൈവികമായ ജ്ഞാനം സ്വീകരിച്ചുകൊണ്ട് എന്നെ തന്നെ രൂപാന്തരപ്പെടുത്തുവാനായിട്ടുള്ള സഹായം മാതാവ് എനിക്ക് നൽകുമെന്നുള്ളതാണ്. അതുകൊണ്ട് മാതാവിനോടുള്ള ഭക്തി അനിർവചനീയമായ
ഒരനുഭവമാണ്. മാതാവ് ഒരു ദൈവശാസ്ത്ര ബിംബമാണ്. മാതാവ് സുന്ദരമായൊരു സൂചനയാണ്. മാതാവ് ഞാൻ നടക്കേണ്ട വഴിയാണ്. എനിക്ക് കാണിച്ചിരുന്ന ശക്തിയാണത്. കാരണം മാതാവ് നമ്മളോട് പറയുക, നമ്മുടെ എല്ലാം വിചാരം ഇന്ന് ലോകത്തിൽ പലരും പറയാറുണ്ട്, തിന്മകൾ കുമിഞ്ഞുകൂടി വരികയാണ്. ശരിയാണത്, തീർച്ചയായിട്ടും. നമ്മൾ പത്രങ്ങൾ വായിച്ചാൽ, സോഷ്യൽ മീഡിയ കണ്ടാൽ, TV കണ്ടാൽ നമുക്ക് തോന്നും തിന്മകൾ കൂടി വരികയാണ്. എന്നാൽ മാതാവ് നമ്മോട് പറയുന്ന പരമമായ ദൈവിക രഹസ്യം എന്ന് പറയുക, നന്മ തിന്മയെ കീഴടക്കും. അതൊരിക്കലാണ്. അതാണ് ശൂന്യമായ കലർ നമ്മോട് പറയുക. മാതാവ് ശക്തമായിട്ട് വരുന്നത് ഉയർപ്പിന് ശേഷമായിട്ടാണ്. മാതാവ് നമ്മോട് പറയുക, ഈ തിന്മകൾ കുമിഞ്ഞുകൂടിയാലും കൊയ്ത്തിൻ്റെ സമയമാകുമ്പോൾ നന്മകളെ തിരിച്ചെടുക്കുന്ന ദൈവത്തിൻ്റെ നാഥൻ വരികയാണ്. അതുപോലെ തന്നെ നമ്മോട് പറയുന്ന മറ്റൊരു കാര്യം അവിടെ നിന്നാണ്. നമ്മൾ വിചാരിക്കും അന്ധകാരമാണ് ഇവിടെ മുഴുവൻ, വെളിച്ചമില്ല. കവികൾ അതിനെക്കുറിച്ച് പറയാറുണ്ട്. എന്നാൽ മാതാവ് നമ്മോട് പറയുക, ഈ വെളിച്ചം അന്ധകാരത്തെ കീഴടക്കും. അതിൻ്റെ പ്രവാചകരാണ് നമ്മൾ. ആ പ്രവാചക ദൗത്യം ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമാറാകട്ടെ. ഞാൻ യാത്ര ചെയ്യുന്ന എൻ്റെ യജമാലന ശുശ്രൂഷ മേഖലകളിൽ മാതാവിനെ പോലെ ജീവിക്കുന്ന അനേകരെ ഞാൻ കണ്ടുമുട്ടുന്നു. അത് ആണുങ്ങളാകാം, പെണ്ണുങ്ങളാകാം, കുട്ടികളാകാം, സിസ്റ്റേഴ്സാകാം, അച്ഛന്മാരാകാം, മെത്രാന്മാരാകാം. ആ ദൈവികമായ രഹസ്യം ഉൾക്കൊള്ളുവാനായിട്ട് ഈ തിരുനാൾ നമ്മളെ പ്രചോദിപ്പിക്കുമാറാകട്ടെ. തിരുനാളിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് നേരുകയാണ്. അത് ജീവിതത്തിൽ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ആ മാതൃത്വത്തിൻ്റെ മഹനീയമായ ഭാവങ്ങൾ ആർദ്രതയാകാം, വാത്സല്യമാകാം, കരച്ചിൽ പ്രകടിപ്പിക്കുന്ന സഹാനുഭൂതിയാകാം, വിശക്കുന്നവനോടുള്ള ഐക്യദാർഢ്യമാകാം, സങ്കടപ്പെടുന്നവൻ്റെ പ്രയാസം കാണുമ്പോൾ മനസ്സലിയുന്ന ആർദ്രമായ ഭാവങ്ങളാകാം. അതെന്ത് തന്നെയാണേലും എൻ്റെ മാതൃത്വം, അതാണ് അമ്മ എന്നോട് പറയുക, എൻ്റെ മാതൃത്വം ഈ മണ്ണിൽ ആവിഷ്കരിച്ച് യേശുവിന് സാക്ഷി നൽകുവാനായിട്ട് മാതാവ് നമ്മോട് ആവശ്യപ്പെടുന്നു. മാതാവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം. മാതാവിനെ നമുക്ക് അനുകരിച്ചുകൊണ്ട് ഈശോയിലേക്ക് നടന്നു കയറുവാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആശീർവാദം എൻ്റെ പ്രാർത്ഥനകളിൽ, എൻ്റെ കുർബാനകളിൽ, നിരന്തരമായിട്ടുള്ള എൻ്റെ പരിശ്രമങ്ങൾ നിങ്ങളുണ്ട്. കാരണം 100 കോടി ജനങ്ങൾ വരുന്ന ആഗോള സഭയുടെ ഭാഗമാണ് ഞാൻ. നിങ്ങൾ അകലെയാണെങ്കിൽ തന്നെ നമ്മൾ അടുത്താണ്. നമ്മുടെ ഹൃദയങ്ങൾ ഒന്നിച്ചാണ്. നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഒന്ന് തന്നെയാണ്. കാരണം നമ്മൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരും ക്രിസ്തുവിനെ ഉൾക്കൊള്ളുന്നവരും ക്രിസ്തുവിനെ ഇന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടവരുമാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതം ക്രിസ്തുവിനെ അറിയുവാനായിട്ട് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.